ഗുഡ് ഈവനിങ് ചാണ്ടിയമ്മൻ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഫുട്ബോൾ ആവേശം അങ്ങേറ്റെത്തി നിൽക്കുക കേട്ടോ. ആര് കപ്പടിക്കും? ആരുടെ ഫാനാ? സംശയമുണ്ടോ? അർജന്റീന. അർജന്റീന ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ബെറ്റിംഗ് നോക്കിയിട്ട് കാര്യമില്ല. ബെറ്റിംഗ് അതൊക്കെ പറയും. എന്തൊക്കെയായിരുന്നു പറഞ്ഞ അവസാനം ജയിച്ച ആരാ? ഇത്രയും നാൾ പറഞ്ഞു ക്വാർട്ടർ ഫൈനൽ വരെ എത്തുള്ളൂ. അവസാനം ഫൈനലെത്തിയില്ലേ? എന്താ അർജന്റീന ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? അല്ല, അതിനകത്ത് മെസ്സി തന്നെയാണ് പ്രധാനം. മെസ്സിയാണ് പ്രധാനം. മെസ്സിയുടെ മാജിക് ആണ്. മെസ്സിയുടെ മാജിക് നമ്മൾ കണ്ടു. കഴിഞ്ഞ കളികളിലൊക്കെ നമ്മൾ പിന്നിൽ നിന്ന് മുന്നിൽ വന്ന ടീമാണ് അർജന്റീന. ഇപ്പൊ പലരും പറയുന്നു, പലരും സഹായം കിട്ടുന്നു മറ്റേത്. ഞാൻ ചോദിക്കുന്നത് ഗോൾ അടിക്കുന്ന ആരാ? അവസാന 10 മിനിറ്റ് ഗോൾ അടിക്കുന്ന ആരാ? അത് റഫറി അല്ലല്ലോ. ശ്രീ ചാണ്ടിയമ്മൻ ഇന്ന് ലയണൽ മെസ്സി ഗോൾ അടിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ? സംശയമില്ല, ഇന്ന് ഹാട്രിക് ആയിരിക്കും. ഹാട്രിക് അടിച്ച ഒരു സാധനം ഗോൾഡൻ ബൂട്ട് കിട്ടുന്നത് മെസ്സിക്ക്. ഗോൾഡൻ ബൂട്ട് പുള്ളി കിട്ടാൻ പോവാണ്. സ്പെയിൻ ഇതുവരെ ഒറ്റ ഗോളാണ് വിട്ടുകൊടുത്തെങ്കിൽ ഇപ്രാവശ്യം അർജന്റീനയായിട്ട് കളിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടും. ഉറപ്പിക്കാവോ? ഞാൻ പറയുന്നത് നല്ല ഈക്വൽ മത്സരമാണ്. ഈക്വൽ ഫൈറ്റ് ഉള്ള മത്സരമാണ്. സ്പെയിൻ നല്ല ടീമാണ്, യൂറോപ്യൻ ചാമ്പ്യൻസ് ആണ്. പക്ഷെ അർജന്റീനയാണ് 5ാമത്തെ ഫുട്ബോൾ ചരിത്രത്തിൽ 5ാമത്തെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടൂർണമെന്റ് ഇതാണ്. അത് അർജന്റീനയാണ്. ആ രാജ്യം അർജന്റീനയാണ്. അപ്പൊ ബാക്കിയെല്ലാം 60കളിലും 50കളിലും ഒക്കെയാണ് ഈ ഒരു ഹൈ പിച്ച് വന്നിരിക്കുന്നെങ്കിൽ ഈ ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീം അർജന്റീനയാണ്. അതുകൊണ്ട് അർജന്റീന ഫോമിലാണ്, മെസ്സി ഫോമിലാണ്. അവരുടെ ഒരു മാജിക് അവസാനത്തെ 15 മിനിറ്റിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഗെയിമിൽ വളരെയധികം ടെൻഷൻ അടിച്ചെങ്കിലും അവസാനം കയറി വന്നു. അപ്പം ലെറ്റ് ദ ബെസ്റ്റ് മാൻ വിൻ എന്ന് പറയുമെങ്കിലും എന്റെ മനസ്സ് അർജന്റീനയുടെ ഒപ്പമാണ്. അർജന്റീന ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രീ ചാണ്ടിയമ്മൻ, ഗോള് അടിച്ചത് നമ്മൾ അർജന്റീനയെ കുറിച്ച് പറയുമ്പോൾ ഒട്ടും ഗോള് വഴങ്ങാത്തൊരു ടീമാണ് സ്പെയിന്. ഒരു ഗോള് മാത്രമാണ് വഴങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ മെസ്സിക്ക് വഴങ്ങാതിരിക്കാൻ ആർക്കും പറ്റുമോ? മെസ്സിക്ക് വഴങ്ങാതിരിക്കാൻ ആർക്കും പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് മെസ്സി ഗോൾ അടിക്കും. അയ്യോ, ഏത് പൂട്ടും പൊളിക്കും മെസ്സി. കണ്ടറിയാൻ ചാണ്ടിയമ്മൻ. അത് സംശയമില്ല. അല്ല, ഈ നാടൻ പന്തുകളുടെ നാട്ടിൽ നിന്നാണ് ചാണ്ടിയമ്മന്റെ വരവ്. ചാണ്ടിയമ്മൻ നാട് അവിടെ ഈ ലോകകപ്പ് ആവശ്യം എത്രത്തോളം ഉണ്ട് പുതുപ്പള്ളിയില്? ഇവിടെ ആവേശം എന്താ പറയാ, വാനോളമാണ്. ഇവിടുത്തെ മണർകാടാണ്. ഞാൻ എന്റെ പാമ്പാടിയിലുണ്ട്, മണർകാടുണ്ട്. അങ്ങനെ 2 സ്ഥലങ്ങളിൽ ഞങ്ങളായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ആളുകൾ സ്വയം അവരവരുടെ വീടുകളുടെ പരിസരത്തൊക്കെ ചെയ്യുന്ന വലിയ ആവേശമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ എന്റെ പിതാവിന്റെ ദിവസം ഇവിടെ ഒരു സ്പോർട്സ് സിറ്റിക്ക് ധാരണാപത്രം ഒപ്പിട്ടു. കാരണം എനിക്ക് വലിയ പ്രതീക്ഷയാണ്. ഇന്ത്യയുടെ ഇന്ന് നമ്മൾ അർജന്റീനയ്ക്ക് വേണ്ടി നമ്മൾ കൈവെക്കുന്നു. നാളെ ഇന്ത്യയുടെ ഒരു ടീം ഉണ്ടാവണം. ഇന്ത്യയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിക്കണം. നമുക്കറിയാം, ഇപ്പൊ തന്നെ നമ്മുടെ പിള്ളേര് FC മിനർവ അവര് ഇപ്പോൾ യൂറോപ്പിൽ പോയി ബ്രസീലിന്റെ ടീമിനെ തോൽപ്പിച്ചൊരു കപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്കുള്ള ശക്തി, കായിക ശക്തി ലോകത്തിന്റെ മുന്നിൽ തെളിയിക്കാൻ പോകുന്ന ഒരു യുഗമായിരിക്കും അടുത്തതെന്ന് സർക്കാരും ജനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ, അത് മതസ്ഥാപനങ്ങളും വേണം. ഞാനെന്ന് പറഞ്ഞ പോലെ ദേവാലയങ്ങൾ ഉൾപ്പെടെ അവരുടെ വാതിൽ തുറന്ന് കുട്ടികളെ ഫുട്ബോൾ പഠിപ്പിക്കാനും അവർ പഠിപ്പിക്കുന്ന വേദപഠനത്തോടൊപ്പം അവർക്ക് പിന്തുണ കൊടുത്താൽ കായിക കേരളം, ലോകം, കായിക ഇന്ത്യ മാറും. ഗംഭീരം. എന്തായാലും സ്പോർട്സ് സിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. കുസൃതിയല്ലേ ചോദിക്കുള്ളൂ. ചാണ്ടിയമ്മൻ, ഇൻ കേസ് അർജന്റീന കപ്പടിച്ചില്ല എങ്കിൽ നമുക്കൊരു ചെറിയ ബെറ്റ് വെച്ചാലോ? ബെറ്റ് വെക്കാൻ പാടില്ല എന്ന് MNMR റൂൾ ബുക്കിലുണ്ട്. വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം കേട്ടോ. കുസൃതി ചോദ്യം, കുസൃതി മറുപടി. ബെറ്റ് വെക്കണോ? ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ചാണ്ടിയമ്മൻ ഭക്ഷണമൊക്കെ കഴിച്ച് തയ്യാറായിട്ടിരിക്കുകയാണെന്ന് അറിയാം. ഇന്ന് എവിടെയാ കളി കാണാൻ പോകുന്നത്? വീട്ടിൽ ഒറ്റയ്ക്ക് ആയിരിക്കുമോ അതോ? മണർകാട് തന്നെ. ഓക്കെ, ശരി. മണർകാടുള്ള സ്ക്രീനിൽ കാണാം. അതെ. ചാണ്ടിയമ്മൻ, വളരെയധികം നന്ദി കേട്ടോ. താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. പക്ഷെ കപ്പ് ഞങ്ങളെ ഇല്ല, ഞങ്ങൾ അർജന്റീനയ്ക്ക് പോകണം. നമ്മളങ്ങനെ വിട്ടുകൊടുക്കില്ല. തീർച്ചയായിട്ടും ഞാൻ സ്പെയിനിന് പോകണം. അതുകൊണ്ട് സ്പെയിൻ ജയിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ചാണ്ടിയമ്മൻ. സ്പെയിൻ നല്ല ടീമാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ദേ ഹാവ് ടു ഫേസ് മെസ്സി. ആണോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്പെയിനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ആരാ? സ്പെയിൻ ഇപ്പൊ എനിക്ക് അങ്ങനെ പേരെടുത്ത് പറയാൻ തക്ക താരങ്ങള് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് 3 പാസസും സ്പാനിഷ് താരങ്ങളാണ്. പക്ഷെ എമിൽ എന്ന താരമാണ് സൂപ്പർ താരമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 18ാമത്തെ വയസ്സോ 19ാമത്തെ വയസ്സേ ആയിട്ടുള്ളൂ. മെസ്സി കയ്യിലെടുത്ത കുട്ടിയാ. അതുകൊണ്ട് ചിലപ്പോ മെസ്സി കയ്യിലെടുത്ത കുട്ടിയാണ് ചിലപ്പോ ആ മാജിക് ചിലപ്പോ അവന് കിട്ടിയേക്കും. അപ്പൊ ഇന്ന് ചിലപ്പോ ഒരു പിൻഗാമിയും പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും.
തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് അതേപോലെ ഇഷ്ടമുള്ള താരം ഈ ഒരു വേൾഡ് കപ്പിൽ ഉയർന്ന താരമാണ് ഹാലൻഡ്. എർലിംഗ് ഹാലൻഡ് എന്ന് പറഞ്ഞാൽ അയാളെ എങ്ങനെ വേണേ ഗോൾ അടിക്കും. അപ്പൊ പക്ഷെ അയാൾ ഒരു പാഠം നമുക്ക് തരുന്നുണ്ട്. ജയിച്ചതിന് ശേഷവും പാസ് കൊടുക്കണം. അതെ, അത് ഗംഭീരം. ജയിച്ചു കഴിഞ്ഞിട്ട് പാസ് കൊടുക്കാതിരുന്നാൽ പോയി. അതെ, അതും ശരിയാണ്. ചാണ്ടിയമ്മ ഫുട്ബോൾ ഒക്കെ കളിക്കാറുണ്ടോ? ക്രിക്കറ്റിനാളാണ്. തീർച്ചയായിട്ടും ഞാന് ഫുട്ബോള് ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 2.5 വർഷമായിട്ട് കളിക്കുന്നുണ്ട്. അല്ലെ ക്രിക്കറ്റാണ് യൂഷ്വലി കളിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ടർഫ് ഇവിടെ എന്റെ പിതാവിന്റെ പേരിലെ ഫൗണ്ടേഷൻ ടർഫ് സ്ഥാപിച്ചപ്പോൾ അന്ന് MLA ഒരു ഫുട്ബോൾ കളി വെച്ചിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കളിക്കുന്നുണ്ട്. നാളെ ഒരു ക്രിക്കറ്റ് കളിയുണ്ട്. ഞാനും ചങ്ങനാശ്ശേരി MLA 11 തമ്മിൽ, 2 11 പുതുപ്പള്ളി MLA 11 ചങ്ങനാശ്ശേരി MLA 11 തമ്മിൽ. അങ്ങനെ ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം കൂടെ ചേർന്നുള്ള സമയമാണ് ഇപ്പോൾ. അപ്പൊ ഞാൻ വിജയാശംസകൾ നേരുകയാണ് കേട്ടോ. ചാണ്ടിയമ്മൻ ജയിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം നാളത്തെ മത്സരത്തിൽ. താങ്ക് യു. അത് ജയിച്ചിരിക്കും, സംശയമില്ല. പിന്നല്ല, അപ്പൊ കാണാം. താങ്ക് യു. ഇതിൽ വിരുദ്ധമാണ്. താങ്ക് യു സോ മച്ച്.